അവിടെ വന്ന് ക്ലാസ് മുഴുവനും ഒപ്പിയെടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് മുതൽ ഉസ്താദിനോടുള്ള ഒരു അതിരറ്റ സ്നേഹവും മതിപ്പും എൻ്റെ മനസ്സിൽ വളർന്നു വന്നിരുന്നു. ഉസ്താദ് പരിചയപ്പെട്ട മുതൽക്ക് ഒരു ബാപ്പയുടെ അല്ലെങ്കിൽ അതിലപ്പുറം ബാപ്പയുടെ കാര്യത്തിൽ പോലും ഉസ്താദിനോട് അഭിപ്രായങ്ങൾ ചോദിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മകനെ പോലെ. ഞാൻ ചോദിക്കട്ടെ, ഇന്റർവ്യൂ നടത്തിയപ്പോ സ്വന്തം ബാപ്പയുടെ കാര്യത്തിൽ പോലും ഞാൻ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചാണെന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞ മുസ്ലിയാരോട് ചോദിക്കട്ടെ, വാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, സ്വന്തം ഭാര്യയേക്കാൾ, മക്കളെക്കാൾ, സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കേണ്ട അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ, അവിടുത്തെ നൂറാനിയത്തിന്റെ കാര്യത്തിൽ ആ ഉസ്താദിന്റെ അഭിപ്രായത്തിൽ നിൽക്കാൻ ഈ നിയൽവാദികൾക്ക് സാധിച്ചിട്ടുണ്ടോ? എന്താ അന്ന് എഴുതി എടുക്കാൻ വിട്ട പ്രസംഗം. 40 കൊല്ലം മുമ്പ് AP ഉസ്താദ് പ്രസംഗിച്ച പ്രസംഗാൻ വിടാൻ പോണ്. ഇയാളെന്ന് ഏടെന്ന് ഉറങ്ങാൻ പോയിണ്ടാവും, അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോയിണ്ടാവും. എന്താണോ എഴുതി വെക്കാതിരുന്നത്? എഴുതി വെക്കണ്ട, ഇല്ല ഇപ്പൊ എഴുതി വെക്ക്, എന്നിട്ട് പഠിക്ക്. വെക്ക്, AP ഉസ്താദ് പറയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ അതാ കത്തിപ്പരാശിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ലം യകുൻ ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വില്ലുൻ, അല്ലാഹുവിന്റെ റസൂലിന് നിഴൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഏത് സാധനത്തിനും നിഴലുണ്ട്. സൂര്യന് നിഴലുണ്ടോ? സൂര്യന് നിഴലുണ്ടോ? സൂര്യൻ അത് കത്തിച്ചടിക്കുമ്പോൾ അതിന് നിഴലുണ്ടോ? ഇല്ല. പിന്നെ എന്ത്? ആ സൂര്യനേക്കാൾ 10,000 ഇരട്ടി പ്രകാശമുള്ള റസൂലുള്ളാഹിക്ക് നിഴലില്ല എന്ന് പറയുമ്പോൾ എന്തിനാണോ നീ സംശയിക്കുന്നത്? എന്തിനു നീ നിഷേധിക്കുന്നത്? ലം യകുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദില്ലുൻ വലം യകും മഅശംസി ഖത്തു ഇല്ലാ ഖത്തു തീരെ തന്നെ ഇല്ല. ഉപരി കത്തു എന്നൊക്കെ വായിച്ചിട്ടുണ്ട്, ഇയാളത് കത്തണില്ല. അതാളപ്പം ഉണ്ടായത്. എന്താണ് കത്തി കിട്ടാത്തത്? കുരുത്തം കെട്ട മോനായി പോയി. ബാപ്പയെ പറയിപ്പിക്കാനായിട്ട് ഇറങ്ങിയതാ. ബാപ്പ പറയുന്നു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരിക്കലും നയലില്ല, കത്തു 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 അസല ഒരിക്കലില്ല. കുരുത്തം കെട്ട മോൻ പറയുന്നു, ഉണ്ട് ഉണ്ട് ഉണ്ട്. എങ്ങനെയുണ്ട്? എന്തേന്ന് എനിക്ക് പണി? ഈ പ്രസംഗം നടത്തിയപ്പോ ഈ എന്താ എഴുതിയിരിക്കാതെ പോയത്? എഴുതിയിരിക്കേണ്ടത് എന്തായിരുന്നു അന്ന് പണി?